ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഹൈസ് ഐൻസ് വേൾഡ്. അപ്പോൾ എന്നാ ഉണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്നൊരു കുക്കിംഗ് വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഈവനിങ് ആയപ്പോഴേക്കും എല്ലാവരും വീട്ടിലുണ്ടായിരുന്നു. എല്ലാവർക്കും കുട്ടി വിശപ്പ് തുടങ്ങി. അപ്പോൾ ഐനൂസിന് ഇന്ന് റോസ്റ്റ് കപ്പലിൻ്റെ വേണമെന്നായി. അപ്പം വിചാരിച്ചു കപ്പലിൻ്റെ ഉണ്ടല്ലോ, ഇനി പുറത്തുനിന്ന് വാങ്ങേണ്ട, നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാമെന്ന്. അങ്ങനെ 2 കപ്പോളം കപ്പലണ്ടി എടുക്കുന്നു. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നമ്മൾ കാശ്മീരി ചില്ലിയാണ് ഇട്ട് കൊടുത്തത് കേട്ടോ. കളറ് കാണും, എന്നാൽ എരിവ് അധികം കാണില്ല. അങ്ങനെ കാശ്മീരി ചില്ലി ഇടുന്നു. അതിലേക്ക് ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ കുരുമുളക് പൊടിയും ഇട്ട് കൊടുക്കുന്നു. അതിന് ശേഷം ഒരു 3/4 സ്പൂണോളം പെരിഞ്ചീരകം ഇട്ട് കൊടുക്കുന്നു. അല്പം കായപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിനാവശ്യമായ ഉപ്പും നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു 1.5 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂണും ഓളം വെള്ളമെടുത്ത് അത് നന്നായി മിക്സ് ചെയ്യാം. ആ കപ്പലിൻ്റെയുമായിട്ട് നന്നായി ബ്ലെൻഡ് ആകുന്നിടം വരെ മിക്സ് ചെയ്ത് കൊടുക്കാം. ദെൻ നമുക്കതിലേക്ക് കുറച്ച് മാവ് കൂടി ആഡ് ചെയ്യണം. അതായത് കടലമാവ് ഒരു നമ്മളെടുത്ത ആ കപ്പലണ്ടി എടുത്ത കപ്പിൻ്റെ ഒരു 1/2 കപ്പോളം കടലമാവിടുക. എന്നിട്ട് ഒരു 2 ടേബിൾ സ്പൂണോളം അരിപ്പൊടിയും ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതുകൂടി നമ്മളുടെ ഈ കപ്പലിൻ്റെയുമായിട്ട് നന്നായി മിക്സ് ചെയ്യുക. ആഫ്റ്റർ ഒരു 10 മിനിറ്റോളം നമുക്ക് മാറ്റി വെക്കാം. എന്നിട്ട് ഒരു പാൻ എടുക്കുക. പാൻ നന്നായി ചൂടാവുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നല്ല തിളയ്ക്കുമ്പോൾ നമ്മൾ മാറ്റി വെച്ചിരുന്ന കപ്പലിൻ്റെ മിക്സ്, ആ മസാല മിക്സ് ഓരോന്നായി സ്പ്രെഡ് ചെയ്ത് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിലായിരിക്കണം നമ്മളിത് പ്രിപ്പയർ ചെയ്യേണ്ടത്. അതായത് നമ്മൾ തീ കൂട്ടി വെക്കുമ്പോഴത്തേക്ക് അതിൻ്റെ മസാല മോൾഭാഗം മാത്രമേ മൊരിയുകയുള്ളൂ. കപ്പലണ്ടിയുടെ ഉള്ള് നല്ല മൊരിയത്തില്ല. അപ്പോൾ ഉള്ളുകൂടി നന്നായി മൊരിഞ്ഞ് വരാൻ വേണ്ടിയാണ് നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് കൊടുക്കുന്നത്. അതിനുശേഷം ഇത്തിരി നേരം വെയിറ്റ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോഴേക്കും നമ്മുടെ കപ്പലണ്ടിയുടെയും മസാലയുടെയും ഒക്കെ ആ ഒരു സ്മെല്ലിങ്ങനെ വന്നുകൊണ്ടിരിക്കും. നല്ല മൊരിഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ കളറൊക്കെ കുറച്ച് ചേഞ്ചായി. പിന്നീട് നമുക്കത് കുറച്ച് മാറ്റാം. നല്ല ഒരു പ്ലേറ്റ് എടുക്കുക. പ്ലേറ്റിലേക്ക് നമ്മളുടെ കപ്പലിൻ്റെ റോസ്റ്റ് നമുക്ക് മാറ്റാവുന്നതാണ്. ഞാൻ 2-3 പ്രാവശ്യമായിട്ടാണ് ചെയ്തത് കേട്ടോ. വീണ്ടും ഞാൻ ആ എണ്ണയിൽ തന്നെ നമ്മുടെ ബാക്കിയുള്ള മിക്സ് കൂടി ഇട്ട് കൊടുക്കുന്നു. ഒറ്റയായിട്ട് ഇടാൻ നോക്കുമ്പോഴത്തേക്ക് അതങ്ങ് ഒട്ടിപ്പിടിച്ചു പോകും. അപ്പം മാറി മാറി കിടക്കാൻ വേണ്ടിയാണ് ഇത്തിരി വിട്ടിട്ട് കൊടുക്കാൻ പറയുന്നത്. അതിനുശേഷം എണ്ണയിൽ കിടന്ന് നല്ല മൊരിയട്ടെ. ഐനൂസ് ഇങ്ങനെ കറങ്ങി നിൽപ്പുണ്ട്. ഐനൂസിൻ്റെ ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനം കേട്ടോ. ഐനൂസ് പലപ്പോഴും ഈവനിങ് ഒക്കെ ആകുമ്പോൾ ഇതിങ്ങനെ പറഞ്ഞ് ചെയ്യിപ്പിക്കാറുണ്ട്. അവൾക്ക് ഇഷ്ടമാണിത് കഴിക്കാൻ. അപ്പോൾ 2 പേരും ഇങ്ങനെ അവിടെ ഇരുന്ന് കളിക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് മണമടിച്ച് വരുന്നുണ്ട്. ഇടയ്ക്കിത് നമ്മളിത് ചൂടാക്കി, അതായത് മൊരിഞ്ഞ് നമ്മളെ ഇറക്കി കഴിഞ്ഞിട്ട് ഉടനെ നമ്മളെടുത്ത് കഴിക്കുമ്പോൾ നമ്മൾ എന്താ പറയുക, ഈ ക്രിസ്പിനെസ് നമുക്ക് കിട്ടില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, ഇത് നമ്മൾ അടുപ്പിൽ നിന്നും മാറ്റിയതിന് ശേഷം ഒരു 10 മിനിറ്റോളം അതിനെ ഫ്രീ ആക്കി മാറ്റി ഇത്തിരി നേരം വെക്കുക. അപ്പോഴേക്കും ഈ കപ്പലണ്ടിയുടെ നമ്മുടെ ആ ഒരു ക്രിസ്പിനെസ് നല്ല കറുമുറേന്നിരിക്കും. ഡയറക്റ്റ് അതിൽ നിന്ന് നമ്മൾ കഴിക്കാൻ പാടില്ല. ഒരിത്തിരി നേരം അതിനൊന്ന് റെസ്റ്റ് കൊടുക്കണം. അതിനുശേഷം ആ ഓയിലിൽ തന്നെ, ലാസ്റ്റ് ഓയിലിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കുറച്ച് വെളുത്തുള്ളി ചതച്ചതും ആഡ് ചെയ്യാം. അത് രണ്ടും നന്നായി മൊരിച്ചെടുക്കുക. അതിനുശേഷം നമ്മളുടെ ഈ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കപ്പലിൻ്റെ മുകളിലേക്ക് അതിട്ട് കൊടുക്കാം. അതുമായിട്ട് അതുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോഴാണ് നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ ഫീൽ, അതേ സ്മെല്ല് നമുക്ക് കിട്ടും. അതേ ടേസ്റ്റ് തന്നെ നമുക്ക് കിട്ടും. ഇത് നമുക്ക് ഒരാഴ്ചയോളം നമുക്കിത് കേടുവരാതെ നമുക്ക് ബോട്ടിലൊക്കെ വെക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ടേസ്റ്റ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കൂ. ആദ്യം ഞാൻ ഹൈസൂട്ടിക്കാണ് കേട്ടോ ടേസ്റ്റ് ചെയ്യാനായി കൊടുത്തത്. അവൾക്കും ഇത് ഇഷ്ടമാണ്. ഇത്തിരി എരിവൊക്കെ ഉണ്ടെങ്കിൽ പോലും ആ ഒരു ടേസ്റ്റ് ഹൈസൂന് ഇഷ്ടമാണ് കേട്ടോ. നമ്മളിതിൽ കാശ്മീരി ചില്ലിയല്ല ഇട്ട് കൊടുത്തത്, അതുകൊണ്ട് കുഞ്ഞുങ്ങൾക്കും കൊടുക്കാം. ഭയങ്കര എരിയൊന്നുമില്ല, ഒരു ലൈറ്റായിട്ടുള്ള എരിവേ ഉള്ളൂ. അത് കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു എരിയാണ്. വളരെ ലൈറ്റായിട്ടേ ഉള്ളൂ. നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല ക്രിസ്പി ആയിട്ടിരുന്നു. അതിനുശേഷം ഐനൂസും വാപ്പിയെല്ലാം കഴിച്ചു. എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമായി. വളരെ സിമ്പിളായി റെഡിയാക്കാൻ പറ്റുന്ന ഈ മസാല കപ്പലിനെ നിങ്ങൾക്കും ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണും വരെ എല്ലാവർക്കും ബൈ. താങ്ക് യു സോ മച്ച്.